തേങ്ങ ചേർക്കാതെ ചെറുപയർ കറി ഉണ്ടാക്കാം. ഈ കറി പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും രുചി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നന്നായിരിക്കും. അതിനാദ്യം 1 കപ്പ് ചെറുപയർ എണ്ണ ചേർക്കാതെ വറുക്കാം. ചെറു തീയിലിങ്ങനെ ചെറുപയർ വറുക്കുമ്പോൾ നല്ല മണമാണ്. ഇതുപോലെ നല്ല ചുവന്ന് വരണം, ഒട്ടും കരിയാതെ നോക്കണേ. ഇനി പ്രഷർ കുക്കറിൽ ഈ വറുത്ത ചെറുപയർ, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കപ്പ് വെള്ളം, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ കുക്ക് ചെയ്യണം. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ജീരകവും പൊട്ടിച്ച ശേഷം 5-6 വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പിലയും മൂപ്പിച്ച് നല്ല രുചിയും മണവും കിട്ടാനായി 1 സ്പൂൺ ചതച്ച മല്ലിയും ചേർക്കണം. ഇതെല്ലാം കൂടെ മല്ലിയുടെ പച്ച മണം മാറുന്നത് വരെ വഴറ്റണം. ഇതിലിനി വേവിച്ചുടച്ച ചെറുപയർ ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി കഴിച്ചു നോക്കൂ, സൂപ്പറാ. പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമായ ചെറുപയർ സ്ഥിരമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്.